വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും പടച്ച റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ മരണാനന്തരം നമുക്ക് ഉപകാരപ്പെടുന്നതിൽ ഒന്നേതാ? വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. കുടുംബത്തിലെ നമ്മളെ മക്കളാ. ആ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇളവ് കിട്ടും. ആ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കും. പക്ഷെ എല്ലാ മക്കളും പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? ഇല്ല. എല്ലാ മക്കളും പ്രാർത്ഥിച്ചാൽ കിട്ടൂല. വാപ്പാനെ സ്നേഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞതേ, റസൂലുള്ളാഹിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചത് വലതുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം, ദീൻ പഠിച്ച മക്കളാവണം, ദീൻ പഠിപ്പിച്ച മക്കളാവണം, നിസ്കാരത്തിന്റെ ഗൗരവം അറിയുന്ന മക്കളാവണം. അത് സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെച്ച് അത് ജീവിതത്തിന്റെ അടയാളമായി കൊണ്ടു നടക്കുന്ന മക്കളാവണം. പഠിപ്പിച്ചോ നമ്മള്? കേരളത്തിലെ 6000-ലധികമുള്ള മദ്രസകൾ ഇപ്പം 3000 ചുരുങ്ങി. 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിക്കുന്ന 2 മണിക്കൂർ കൊടുക്കാൻ വാപ്പാർക്കുമാർക്കും നേരല്ല. മദ്രസയിൽ മക്കളെ ചേർത്തുമ്പോ ആദ്യം കൊടുക്കുന്ന ഉപദേശ ഉസ്താദുമാരോടും മുദർരിസുമാരോടും എന്റെ കുട്ടിക്ക് അവിടെയാണ് കിട്ടിയത്, 50,000 ഡൊണേഷൻ കൊടുത്തിട്ട് മൂപ്പരെ കൊണ്ട് പറയിപ്പിച്ച് കിട്ടിയതാ. അതിന് ഞങ്ങൾ എന്താ വേണ്ടേ? കുട്ടീനെ 7 മണിക്ക് മദ്രസക്ക് വിടും, 7:00 വിടണം. അരമണിക്കൂർ പ്രസന്റ് എടുക്കാൻ മാത്രം മക്കളെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ട് ഓനമ്മ മദ്രസക്ക് വിടലുണ്ട് എന്ന് പറയുന്ന അഭിമാനികളാ നമ്മള്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ പറ്റി പഠിക്കുന്നതിനൊരു അലംഭാവം, ദീനീപരമായ ചുറ്റുപാടുകളിലേക്ക് മക്കളെ കൊണ്ടടക്കാൻ ഒരു അലംഭാവം. അതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താ? ഇന്ന് പല കുടുംബത്തിലും സ്വന്തം ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഇസ്ലാമിക അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ പോലും ചിലർക്ക് കഴിവില്ല. അതറിയണമെങ്കിൽ നിങ്ങളെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നെഞ്ചത്ത് തട്ടിയിട്ടാ ഞാൻ പറയുന്നത്. തലമുതിർന്ന കുറെ വാപ്പാരുണ്ട് ഈ കൂട്ടത്തില്, ഉമ്മാരുണ്ട്. അവനാന്റെ വീട്ടിൽ എത്തിയിട്ട് ഈ ക്ലാസ്സിലെത്തി തിന്നുന്നതിന്റെ മുൻപ് കെട്ടിച്ചു വിട്ട മക്കളുണ്ടെങ്കിലും കെട്ടിക്കൊണ്ടുവന്ന മക്കളുണ്ടെങ്കിലും അടുത്ത് വിളിച്ചിട്ട് ചോദിക്കണം, മോനെ ഈ വാപ്പയുമ്മയും ഇക്കാലം വരെ ജീവിക്കുന്നത് ഇഞ്ച മക്കൾക്ക് വേണ്ടിയാ, അല്ലാന്ന് പറയാൻ ഒരു വാപ്പാക്കും ഉമ്മാക്കും പറ്റൂല. കാരണം ഞാനൊരു വാപ്പയാ. അതുകൊണ്ട് മോനെ, ഈ വാപ്പാക്കും ഉമ്മാക്കും ഒരൊറ്റ പൂതിയുള്ളൂ, മരിച്ചു കിടക്കുമ്പം വാപ്പാന്റെ മയ്യത്ത് ഇഞ്ച മോൻ കുളിപ്പിക്കണം, നിന്റെ മോൻ കുളിപ്പിക്കണം. കാരണം വാപ്പാന്റെ സൂക്കേട് വേറൊരാള് കാണരുത്. ഇതൊരു അനുഭവത്തിന്റെ കഥയാ. ഒരു വാപ്പ മകനോട് പറയാ, മോനെ വാപ്പാക്ക് സൂക്കേടുണ്ട്, മോൻ കാണാൻ ഇഷ്ടമല്ലാത്ത ഭാഗത്താ വാപ്പാന്റെ സൂക്കേട്, അവിടെ ചില സൂക്കേടുണ്ട് എന്ന് വാപ്പാനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വാപ്പ ഒരാളെ അറിയിച്ചിട്ടില്ല. വാപ്പ മരിച്ചാൽ വേറൊരാൾ അത് അറിയാനും പാടില്ല. അതുകൊണ്ട് മോനെ എന്ന് വിളിച്ച് ആ മകനോട് വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോന്ന് ചോദിക്കുമ്പോ ഇപ്പോഴും എവിടെയാ വെള്ളം ഒഴിക്കേണ്ടതെന്നും എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നും അറിഞ്ഞൂടാത്ത മക്കളാണെങ്കിൽ പിന്നെന്ത് നേട്ടാ വാപ്പാരെ ഇങ്ങക്ക് ഉണ്ടാക്കാൻ പറ്റിയ ദുനിയാവില്? ഉമ്മാന്റെ തലക്കും മധ്യഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടീനോടും വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിൽക്കുന്ന ആൺകുട്ടീനോടും ആകെ അവസാനമായിട്ട് വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കുന്ന അവസാനത്തെ ഒരു പ്രാർത്ഥന ഉണ്ട്. മയ്യത്തുസ്കാരത്തിന്റെ 3ാമത്തെ തക്ബീറിലെ പ്രാർത്ഥന. ആദ്യത്തേല് ഫാത്തിഹ, 2ാമത്തേല് സ്വലാത്ത്, 3ാമത്തേതിലാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വഅഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു. അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്ന, അതിനേക്കാളും ഹൈറം മിൻ ദാരിഹി സൗജൻ ഹൈറം മിൻ സൗജിഹി എന്ന് പറയുന്ന ആ 3 വരിയോളുള്ള ആ പ്രാർത്ഥന ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ മോൻ എനിക്കൊന്ന് കാണാതെ ചെല്ലിത്താന്ന് പറയുമ്പോ അത് ചെല്ലാൻ അറിയാത്ത മക്കളാണെങ്കിൽ പിന്നെന്ത് ധൈര്യത്തിലാ വാപ്പാരെ ഇമ്മാരിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്നത്? പിന്നെന്ത് സമാധാനത്തിലാ അള്ളാനെ കണ്ടുമുട്ടാൻ നമ്മളെ കൊണ്ട് പറ്റുക? ഇന്നല്ലെങ്കിൽ നാളെ അള്ളാന്റെ മഹ്ശറയിൽ ഞാനുങ്ങളും നിൽക്കും, ഒരു സംശയവും വേണ്ട. അന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുടുംബസമേതം നരകാവകാശിയാണെന്ന് അള്ള തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ഒരു രംഗം ആലോചിച്ച് നോക്കി. ഞാൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ. ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ സദസ്സിൽ പറയൽ എൻ്റെ കഥ തന്നെയാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എൻ്റെ വാപ്പയും ഉമ്മ എൻ്റെ ജീവിതത്തിലെടുത്ത പുണ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു തീരുമാനം ഇന്ന് ഇടവണ്ണ ജാമ്യയെ കൊണ്ട് ചാക്കുക എന്നുള്ളതായിരുന്നു. 1998 SSLC കഴിഞ്ഞ് ബാലുശ്ശേരി അക്കാദമി കോളേജിൽ അഡ്മിഷൻ വാങ്ങി പോകുന്ന സമയത്താ കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർ എൻ്റെ വാപ്പാനോട് ആരോ ബസ്സിന്ന് മക്കളെ കാര്യമൊക്കെ ചോദിച്ചപ്പോ, ഏതായാലും ബാലുശ്ശേരി അങ്ങനെ ഒരു കോളേജിൽ ഇടങ്ങേറുള്ള കോളേജാന്ന്, അവിടെ ഒന്നും ചേർക്കണ്ട, ഇടവണ്ണൊരു മുജാഹിദുള്ള കോളേജ് ഉണ്ട്, അവിടെ കൊണ്ട് ചാക്കിയാൽ മതി, തിന്നാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു. പാപ്പ രാത്രി വീട്ടിൽ വന്നു. 3ാമത്തെ ദിവസം ലീവ് എടുക്കും, പോണമെന്ന് പറഞ്ഞു. രാവിലെ സുബഹി നിസ്കരിച്ച് വാപ്പാന്റെയും പെങ്ങളെ ഭർത്താവിന്റെയും കൂടെ ഇടവണ്ണ വന്നു. 134-ാമനായി ഇടവണ്ണ അഡ്മിഷൻ വാങ്ങി. വരുന്ന സമയത്തിന്റെ മനസ്സിൽ ഹോസ്റ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്വപ്ന. അന്നൊക്കെ വായിച്ചും സിനിമയിൽ അങ്ങനത്തെ ഇതിലൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ കണ്ടപ്പോൾ ഹോസ്റ്റൽ അടിപൊളി തന്നെ. വന്ന് കിടന്ന് ഏകദേശം രാവിലത്തെ കഴിഞ്ഞു ഉച്ചക്ക് ചോറ് കിട്ടുന്ന സമയത്ത് ഒരു പിടി ചോറ്,
പിന്നെ ഭക്ഷണം കിട്ടുന്നത് രാത്രി 9:30. വീട്ടിൽ നിന്ന് 4 മണിക്ക് ചായ, 7 മണിക്ക് ചായ. രാത്രി പിന്നെ ചോറ് തിന്നാതെ കിടന്ന അമ്മാന്റെ വക പ്രാവർത്തി കുറയുന്നുള്ള ദേഷ്യത്തിന്റെ ചൂട്. അവസാനം 3 നേരം ഭക്ഷണം. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഒരു മഞ്ഞച്ചോറ് ഇങ്ങനെ പിടിച്ചു തരും, ശേഷം അച്ചാറും. 3-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് കള്ളവണ്ടി ചാടി. വീട്ടിലെ തിമ്മൊഴിച്ച് എന്തേ? ഞാൻ പറഞ്ഞു അവിടെ നിൽക്കാൻ പറ്റണില്ല. നിങ്ങളെ ഇപ്പൊ ഉഷാറാട്ടോ, അൽഹംദുലില്ലാ. ഇപ്പൊ ഏറ്റവും ഭംഗിയിലാണ് ആ കോളേജ് പോണത്, മാഷാ അല്ലാ. അന്ന് വലിയൊരു റൂമാ. ആ റൂമിൽ ചൂടിപ്പായി അതിനുള്ളത്. പുല്ലുംപായി ഉണ്ടോയാ നമുക്ക് കിടക്കുക. ഇൻകേഷൻ നീളം കുറവായതുകൊണ്ട് ഞാൻ മാത്രം കാലിങ്ങനെ വിടർത്തി വെക്കണം എന്നതിനു. എതിരെ കിടക്കുന്നവൻ എന്റെ കാലിന്റെ ഇടയിലേക്ക് കാലുവെക്കെ. അവസാനം 3-ാമത്തെ ദിവസം തിരിച്ച് നാട്ടിൽ വന്നു. ഉമ്മ ചോദിച്ചു എന്തേ? നിൽക്കാൻ പറ്റണില്ലമ്മ, തിന്നാൻ പോലും കിട്ടണില്ല. ഉമ്മാരെ മനസ്സലിയും. വാപ്പ ചോദിച്ചു രാത്രി വന്ന് 8:30 എന്തേ? ഞാൻ അവിടെ നിൽക്കാൻ പറ്റണില്ല. ഒരക്ഷരം മിണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ സുബഹിസ്കരിച്ച് നന്മണ്ട കാരക്കുന്നത്ത് ജുമാഅത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ആ വൈക്കന്റെ ബസ്സക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന വാപ്പ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പ അദുറു ഞാനാണെങ്കിൽ, അദ്റഹിമാൻ എന്ന പേര്, അദുറു എന്നാ നാട്ടുകാർ വിളിക്കുക, എൻ്റെ വാപ്പ അദുറു ഞാനാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റെങ്കിൽ വീട്ടിക്ക് പോയാൽ മതി, നബീസാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ട് പോകണമെന്നില്ല. അവിടുന്ന് പിന്നെയും തിരിച്ചു വന്നു. 6 കൊല്ലം ഞാൻ ഇവിടെ നിന്നു. 1.25 കൊല്ലം 1.5 കൊല്ലം തഹസ്സുൽ ഹദീസിന് നേരെ കൊല്ലം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി ഞാൻ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്, ഞാൻ ആ നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെ കയറി നിന്നാലും ഈ ഇരിക്കുന്ന ആരെക്കാളും കൂലി പുരയിൽ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടാവും സാധുക്കൾ, ഓൽക്ക് പോകുന്നുണ്ട്. ഇനി പോലെ അങ്ങ് മരിച്ചുപോയാലും ഞാൻ ഇതുമായിട്ട് എക്കാലം വരെ നടക്കുന്നോ ഓൽക്ക് രക്ഷപ്പെടാം. പരലോകത്ത് എൻ്റെ മോനെങ്ങി പഠിപ്പിച്ചിനോ എന്ന് ചോദിച്ചാൽ അവർക്ക് ചോദ്യത്തിന് ഉത്തരവുണ്ട്. എനിക്ക് പോലും ആ ഭാഗ്യമുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല. സ്വന്തം മക്കളോട് നീതി കാണിച്ച വാപ്പയുമ്മയും ആവാന്ന് പറഞ്ഞാലേ തിന്നാൻ കൊടുക്കലല്ല. ചില വാപ്പാർ അങ്ങനെയാ തെറ്റിദ്ധരിച്ച് നമ്മൾ അനുഭവിച്ച സങ്കടം മക്കളെ അറിയിപ്പിക്കാണ്ട് നല്ല സൗകര്യത്തിൽ വളർത്തുക, ചോദിക്കുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക, നല്ലോണം തിന്നാൻ കൊടുക്കുക, ഉടുക്കാൻ കൊടുക്കുക. ഇതല്ല നീതി. മക്കൾക്ക് ദീൻ ഉണ്ടാക്കി കൊടുക്കല വാപ്പാരെമാരെ നീതി. അത് കൊടുക്കാൻ ഉമ്മാക്കും വാപ്പാക്കും പറ്റിയിട്ടില്ലെങ്കിലേ തിന്നാൻ കൊടുത്ത അതേ മക്കൾ നാളെ പരലോകത്ത് കണ്ണിന്റെ നേരെ നിന്ന് ശപിക്കും. കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്ന ചവിട്ടി അരയ്ക്കുന്നവർ പറയും അല്ലാഹുവിനോട്. ഒരു വാക്കാണത്. ഉമ്മാന്റെ മുൻപിൽ വന്നിട്ട് മക്കൾ ചോദിക്കും, ഉമ്മ നിങ്ങൾ എനിക്ക് വേണ്ടിയല്ലേ ജീവിച്ച്? ആ മോനെ എനിക്ക് വേണ്ടിയല്ലേ ഉമ്മ നിങ്ങൾ കഷ്ടപ്പെട്ട്? ആ മോളെ നേരം പുലർച്ചെ എഴുന്നേറ്റിട്ട് രാത്രി 11 മണി വരെ കൈ നിലത്ത് വെക്കാണ്ട് ഒരു പെണ്ണ് അധ്വാനിക്കുക കുടുംബത്തിന് വേണ്ടി. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്റെ ഉമ്മ നല്ലൊരു വാപ്പ നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. ആ വാപ്പ നന്നായിനെങ്കിലും ഞാൻ നന്നായി പോവില്ലതിനോ? അപമാന ഭാരം കൊണ്ട് വാപ്പാര് തലകുനിച്ച് നിൽക്കും. അവസാനം വാപ്പന്റെ അടുത്ത് വന്ന് ചോദിക്കും, വാപ്പേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ആയുസ് തീരുന്നത് വരെ ഉരുകിയ ഒരു കഴുതനെ പോലെ എന്റെ മക്കളെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തരാതിരുന്ന് നന്നായിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായി പോലായിരുന്നോ? അപമാനം കൊണ്ട് ഉമ്മാരും തലകുമ്പിട്ട് നിൽക്കും. രണ്ടുപേരും തലകുനിച്ചെന്ന് കാണുമ്പോ പിന്നെ മക്കള് പറയാ, സാധുക്കളാ പടച്ചോനെ, പറ്റിപ്പോയതായിരിക്കും, ഞങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തെന്നതാ, തിന്നാനും ഉടുക്കാനും ഒക്കെ തന്നിട്ടുണ്ട് എന്നല്ല. പടച്ചോനെ, ദുനിയാവിന്റെ കാര്യത്തിൽ ഞങ്ങളെ സ്നേഹിച്ച ഈ ഉമ്മയും വാപ്പയുണ്ടല്ലോ, പരലോകത്തിന്റെയും ദീനിന്റെയും കാര്യത്തിൽ എങ്ങാനും അതുപോലെ ഞങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതികേട് വരൂലായിരുന്നു നാഥ. അതുകൊണ്ട് ഈ 2 ജന്തുക്കളെയും കാലിന്റെ ചുവട്ടിൽ വെച്ച് തന്നാൽ തഹ്താഖ്ദാമിന ചവിട്ടി അരക്കായിരുന്നു റബ്ബേ ഈ ജന്തുക്കളെ. അന്നാണ് വാപ്പാരെമാരെ നമ്മൾ നെഞ്ചുപൊട്ടിയിട്ട് അള്ളാനോട് പറയാ, യാ ലൈതനി കുൻതു തുറാബ, എന്തിനായാലും പടച്ചോനെ എങ്ങി ഞങ്ങളെ മനുഷ്യനാക്കി, എനിക്ക് ആലിക്കല് പള്ളിന്റെ കേക്കും ഭാഗത്തുള്ള ആ മണ്ണാക്കിയാ പോരായിരുന്നോ? ആ മുറ്റത്തുള്ള ഒരു മണ്ണിന്റെ തരിയാക്കിയാ പോരായിരുന്നോ? ആ മണ്ണിന് വിചാരണല്ല, ആ മണ്ണിന് മക്കളില്ല, ആ മണ്ണിന് കുടുംബല്ല. പടച്ചോനെ എനിക്ക് അതാക്കിയാ പോരായിരുന്നോ? മക്കളെ തന്നു, കുടുംബം തന്ന്, വീട് തന്ന്, വാഹനം തന്ന്, എന്നിട്ടും തലകുനിച്ച് അള്ളാന്റെ നരകത്തിലേക്ക് പോകേണ്ടിയ ഗതികേട് നീ ഞങ്ങൾക്ക് ഉണ്ടാക്കിയല്ലോ റബ്ബേ. ആ അപമാന ഭാരം കൊണ്ട് തലകുനിച്ച് നിൽക്കുമ്പോ അള്ള കാണിച്ചു തരും. മക്കള് മരിച്ചോയ വാപ്പാര് ബേജാറാവണ്ട, മക്കളൊന്നും കൂടി കാണാ. വാപ്പായിമ്മയും മരിച്ചോയ ഒരിക്കൽ കൂടി കാണാ. ഈ കൂട്ടത്തിലെ പലരുടെയും വാപ്പാരുമാരും മരിച്ചോയവരാ, പ്രായമുള്ളവരാ. എന്റെ വാപ്പാന്റെ പ്രായമുള്ളവരുണ്ട്, ഉമ്മാന്റെ പ്രായമുള്ളവരുണ്ട്. പക്ഷെ നിങ്ങളെ വാപ്പയും നിങ്ങളെ സ്വപ്നത്തിലും നിങ്ങളുടെ കണക്കിലേ ഉള്ളെങ്കിൽ അവരൊരിക്കൽ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ? നരകമായി, നരകാവകാശിയായി അള്ളാ കുടുംബമായി നരകത്തിലേക്ക് തീരുമാനിച്ചവരാണ് നമ്മളെങ്കിൽ യുബസ്സറൂനഹും, പരലോകത്ത് നമ്മൾ കാണും. ഞാൻ, എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ ഭാര്യ, എന്റെ മക്കള്, എന്റെ പെങ്ങള്, എന്റെ അനിയന്മാര് എല്ലാവരും തായ വേർപ്പിൽ കുളിച്ച് വെപ്രാളപ്പെട്ട് നമ്മൾ ആ ലോകത്ത് ഇങ്ങനെ നിൽക്കും.
ആ സമയത്ത് വാപ്പാര് മക്കളെ കാണും, മക്കള് വാപ്പാരെ കാണും, ഭാര്യ ഭർത്താവിനെ കാണും, ഭർത്താവ് ഭാര്യനെ കാണും. അന്ന് പരസ്പരം കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരവസ്ഥനെ പറ്റി അല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി വസ്വാഹിബതിഹി വഫസീലതി ഇല്ലതി തുവി വമൻ ഫിൽ അർളി ജമീആ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു. നബിയെ, അവിവേകികൾ, അക്രമകാരികൾ അല്ലാഹനെ വെല്ലുവിളിച്ച് മരണത്തെ മറന്ന്, മരണാനന്തര ലോകം മറന്ന്, ദുനിയാവിന് വേണ്ടി ഓടിക്കതച്ചവർ, ജീവിച്ചവർ, പവർ കാണിച്ചവർ, പത്രാസ് കാണിച്ചവർ, ഒരു വക്തിന് പള്ളിയിലേക്ക് വരാത്തവർ, ഒരു നോമ്പെടുക്കാൻ വിമുഖത കാണിച്ചവർ, തിന്നുന്നത് ഹറാമും ഹലാലും വേർതിരിക്കാത്തവർ, കുടുംബത്തിൽ വഞ്ചന ചെയ്തവർ, ഭാര്യയെ വഞ്ചിച്ചവൻ, ഭർത്താവിനെ വഞ്ചിച്ചവൻ, കുടുംബം തമ്മിൽ തെറ്റി നടന്നവൻ, അവനാന്റെ പണം കൊണ്ടും സൗകര്യം കൊണ്ടും ഞാനെന്തോ സംഭവമാ, ഞാൻ വലിയവനാ, എനിക്കൊരുത്തന്റെയും ചൊൽപ്പടി വേണ്ട, എന്റെ മക്കളെ ഞാൻ കെട്ടിച്ചിട്ടുണ്ട്, എന്റെ പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്, ആൺകുട്ടികളെ കൊണ്ട് കെട്ടിച്ചിട്ടിട്ട് ഒരുത്തന്റെ ചെലവിലും ഞാൻ ജീവിച്ചിട്ടില്ല, ഒരാളെ മുൻപിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല എന്ന അഹങ്കാരത്തോടുകൂടി അല്ലാഹനെ മറന്നു ദുനിയാവിൽ ജീവിച്ച അക്രമികളായ ആളുകൾ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു. അവർ അന്യോന്യം കാണും. കൊടുത്തവൻ, വാങ്ങിയവൻ, കണ്ടവൻ, കൂട്ടിക്കൊണ്ടുപോയവൻ, ഒരുമിച്ച് വഞ്ചിച്ചവൻ, ഇടയാളന്മാരായി കമ്മീഷൻ പറ്റിയവൻ, തെറ്റാണെന്നറിഞ്ഞിട്ടും ഒപ്പരം കൂടിയവൻ, രണ്ടുപേരും ഒരുമിച്ച് കാണും. അന്ന് യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി അദാബി യൗമിഇദിൻ ബിബനി. അന്നവർ അല്ലാഹുവിനോട് പറയും, നാദാ, ഈ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് മാനം മുട്ടെ ആളിക്കത്തുന്ന അഗ്നിജ്വാലകൾ മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമാക്കി നിക്ഷേപിക്കുമ്പോ ആ മാനം മുട്ടെ വെപ്രാളപ്പെട്ട് ആർത്തി പിടിച്ച് വാനത്തേക്ക് പടർന്നു പന്തലിക്കുന്ന ആ തീക്കുണ്ടാരം കാണുമ്പോ ആർത്തി തീരാത്ത നരകത്തിന്റെ വക്കിൽ നിന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞവർ റബ്ബിനോട് പറയും, നാദാ ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ. ഇന്നത്തെ ദിവസം ഇതിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ നിനക്ക് പകരമായി ഞാൻ തരും. ആരെ? ബിബനി, എന്റെ മക്കൾ. ഇതാ റബ്ബേ, രണ്ടാണും രണ്ട് പെണ്ണും. അവരെ കണ്ണു നിറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിലത്ത് വെക്കാതെ തലയിലേറ്റി ഞാൻ ജീവിപ്പിച്ച എന്റെ മക്കള്, അവരുടെ കണ്ണു നിറയുന്നത് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ അധ്വാനിച്ചത് മുഴുവനും എന്റെ മക്കൾക്ക് വേണ്ടിയാ, ഞാൻ തിന്നാൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ റബ്ബേ, ബിബനി, ആ മക്കളെ ഇന്നെനിക്ക് വേണ്ട. അവര് കാരണം ഞാൻ തലകുനിക്കേണ്ടി വന്നു. എനിക്ക് അപമാനമാണ് നാദാ. അതുകൊണ്ട് അവരെ നീ എടുത്തോ റബ്ബേ. അത് അല്ലാഹ്ക്ക് വേണ്ട, അത് അല്ലാഹുവിന് വേണ്ട എന്ന് അല്ലാഹു തആല പറയും. രണ്ടാമതായി തിരിച്ചു പറയും, പടച്ച റബ്ബേ, എന്റെ കൂടെ കൂടിയ പെണ്ണ് കെട്ടിയ അന്നു മുതൽ അവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്, അവൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. അവള് കാരണം ഞാൻ പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, പല തോന്നിവാസത്തിലും അവള് കാരണം ഞാൻ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും നാദാ, ആ പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റബ്ബേ. കരള് പോലെ, കൽക്കണ്ടം പോലെ ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ ചോരയാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പെണ്ണ് നാദാ, അവള് പറയും, നാദാ, എന്റെ കെട്ടിയോൻ, അയാൾ എന്നെ നോക്കിയിട്ടുണ്ട്, അയാൾ എനിക്ക് ചെലവിന് തന്നിട്ടുണ്ട്, അയാൾ എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്നിട്ടുണ്ട്. എങ്കിലും നാദാ, വസ്വാഹിബതിഹി, അവളെ നീ എടുത്തോ, അവനെ നീ എടുത്തോ റബ്ബേ, എന്നിട്ട് എന്നെ മാത്രം നീ രക്ഷപ്പെടുത്തണം. ഇതും അല്ലാഹ്ക്ക് വേണ്ട എന്ന് തോന്നുമ്പോ മൂന്നാമതായി പറയും, എന്റെ കുടുംബം, എന്റെ സഹോദരൻ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനിയൻ, നാട്ടിലെന്റെ നില, എന്റെ വില അതവരായിരുന്നു. എന്റെ കാർന്നോരുണ്ടെങ്കിൽ ഒരുത്തനെയും ഞാൻ ഭയന്നിട്ടില്ല. എന്റെ അനിയനുള്ളപ്പോ ഒരുത്തന്റെ മുൻപിലും ഞാൻ തലകുനിക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് കടമുണ്ടായപ്പോ എന്റെ കാർന്നോരത് വീട്ടിയിട്ടുണ്ട്. കാർന്നോരെ മോക്ക് ആലോചന വരാതായി സങ്കടപ്പെട്ടപ്പോ പണം കൊടുത്ത മൂത്തോളുടെ കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്. അത്രമാത്രം സ്നേഹിച്ചിരുന്ന എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനിയൻ, എന്റെ പെങ്ങൾ, എന്റെ ആങ്ങള റബ്ബേ, വസാഹിബതിഹി വഅഖി, അതും നീ എടുത്തോ, എന്നിട്ട് നീ എന്നെ രക്ഷപ്പെടുത്ത്. അതും അല്ലാഹ്ക്ക് വേണ്ട. വീണ്ടും നാലാമതായി പറയും, വഫസീലതി ഇല്ലതി തുവി, നാദാ, ഞാൻ സമ്പാദിച്ചത് എന്തൊക്കെയുണ്ടെന്നറിയുമോ? പള്ളിയുടെ പിൻഭാഗത്ത് 60 സെന്റ്, പള്ളിയുടെ മുൻഭാഗത്ത് 2 മുറി പീടിക, അല്ലാഹുവേ അവിടെ ഒരു 2 നില ബിൽഡിംഗ്, അല്ലാഹുവേ കൊട്ടാരമായ എന്റെ വീട്, എന്റെ മുറ്റത്ത് കിടക്കുന്ന ലക്ഷത്തിന്റെ വാഹനം, ഞാൻ ഒരുക്കി കൂട്ടിയിട്ടുള്ള ദുനിയാവിലെ സുഖം സൗകര്യം, വഫസീലതി ഇല്ലതി തുവി, ദുനിയാവിൽ ഞാൻ ഉണ്ടാക്കി കൂട്ടിയത് എന്തൊക്കെയുണ്ടോ
അതൊക്കെ ഞാൻ നിനക്ക് തരാം നാദാ. അതും അള്ളാഹ്ക്ക് വേണ്ട. അവസാനമായി നെഞ്ചുപൊട്ടി കണ്ണ് നിറഞ്ഞിട്ടുള്ള അവസാനത്തെ ചോദ്യം, വഫസീലതി ഇല്ലതി തുവി വമൻ ഫിൽ അർളി ജമീആ വമൻ ഫിൽ അർളി ജമീആ. നാദാ, ഈ ഭൂമിയിൽ എന്ത് നിനക്ക് തന്നാലാണ് റബ്ബേ നീ എനിക്കൊന്ന് രക്ഷ തരിക, എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തുക. എനിക്കെന്റെ മക്കള് വേണ്ട, അവനെന്റെ ശത്രുക്കളായി. എനിക്കെന്റെ ഭാര്യ വേണ്ട, അവളെന്റെ ശത്രുവായി. എനിക്കെന്റെ ഭർത്താവ് വേണ്ട, അയാൾ എന്റെ ശത്രുവായി. എനിക്കെന്റെ കുടുംബം വേണ്ട, അവരെല്ലാവരും എന്റെ ശത്രുവായി. അതുകൊണ്ട് നാദാ, സുമ്മയുൻസീഹി എന്നെ മാത്രം നീ ഒന്ന് രക്ഷപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോ അല്ലാഹ് തിരിച്ചു പറയും, കല്ലാ, മിണ്ടരുതടോ, ഇന്നഹാ ലളാ. ആ ആളിക്കത്തുന്ന അഗ്നിയുണ്ടല്ലോ, നിനക്ക് പേടി തോന്നുന്ന അഗ്നി, ആകാശത്തേക്ക് പടർന്നു പന്തലിക്കുന്ന അഗ്നി, ഇന്നഹാ ലളാ, അത് നിനക്കുള്ളത് തന്നെയാ. നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയേ ജീവിക്കാവൂ. ദുനിയാവ് ചെറുതാ, ഖബറിലേക്കുള്ള യാത്രയാ. ഓരോരുത്തരും തിരിച്ചു പോയവരാ. നിന്നേക്കാളും അഹങ്കാരത്തോടെ ജീവിച്ച ഖാറൂനും ഫിറഔനും ലോകത്തെ വെല്ലുവിളിച്ച പലരും അള്ളാന്റെ തീരുമാനത്തിൽ നിസ്സാരമായവരാണെന്ന് നീ കണ്ടിട്ടുണ്ട്, നീ അറിഞ്ഞിട്ടുണ്ട്, നീ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും നന്നാവാത്തവനെ, ഇന്നഹാ ലളാ നസ്സാഅതൻ ലിശ്ശവാ, നീ പൊന്തിച്ചു നടന്ന, നീ അഹങ്കരിക്കാൻ വേണ്ടി ഉയർത്തിപ്പിടിച്ച നിന്റെ തലയുണ്ടല്ലോ, ആ തലയോട്ടിയടക്കം കരിച്ചു കളയുന്ന അഗ്നിയാണത്. തദ്ഉ മൻ അദ്ബറ വതവല്ല. അത് മാടി വിളിക്കുന്നതായി നിനക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോ, മൻ അദ്ബറ വതവല്ല, അത്